ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് വിറകടുപ്പിൽ നല്ലൊരു പോത്ത് കറി എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ ആദ്യം കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഒരു 1/4 ഭാഗം ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഫുള്ള് ചെറിയ ഉള്ളി തന്നെയാണ് ചേർക്കുന്നത്. ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഞാൻ ആദ്യം തേങ്ങാക്കൊത്ത് ചേർക്കാൻ വിട്ടുപോയത് കൊണ്ടാണ് ഇപ്പോൾ തേങ്ങാക്കൊത്ത് ചേർത്തത്. ചെറിയ ഉള്ളി നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും മല്ലിപ്പൊടിയും ഈക്വൽ ആണ് എടുക്കാനുള്ളത്. ഇതും കൂടെ ചേർത്തിട്ട് ഇതിൻ്റെ പച്ച ചുവ മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഒരു തക്കാളിയും ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു പകുതി വേവിച്ച പോത്താണ്, അതും കൂടെ ചേർത്തിട്ട് ചെറിയ തീയിലിരുന്നിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. പോത്ത് എപ്പോഴും കനലിലിരുന്ന് വെന്ത് വരുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടണേ. കുറച്ച് സമയമെടുത്ത് കനലിലിരുന്ന് നന്നായിട്ട് വെന്ത് വരണം. അതാണ് കഴിക്കാനും നല്ല ടേസ്റ്റായിട്ടുണ്ടാവണേ. ഇപ്പോൾ ഇവിടെ പോത്ത് റെഡി ആയിട്ടുണ്ട്. ഇത് പിറ്റേ ദിവസമാണ്. എനിക്കെപ്പോഴും ഈ പിറ്റേ ദിവസം തലേന്നത്തെ പോത്ത് പിറ്റേന്ന് നന്നായിട്ടിങ്ങനെ വരട്ടി കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് നോർമലി പോത്തും കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ചേർത്തിട്ട് നന്നായിട്ടിങ്ങനെ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഇതിങ്ങനെ നന്നായിട്ട് വഴട്ടിയെടുക്കണം. ഇത് നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ ഈ പച്ചമുളക് ഇടുന്നത് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഈ പച്ചമുളക് നമുക്ക് ലാസ്റ്റ് ഇങ്ങനെ ഇടുമ്പോൾ ആ ഒരു ഫ്ലേവറും ടേസ്റ്റും ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് ദോശയും സാമ്പാറും ഈ പോത്ത് വരട്ടിയതും കൂടെ ചേർത്തിട്ട് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണേ. ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്യണേ.